രാജ്യം പ്രതിസന്ധി നേരിട്ട ഘട്ടങ്ങളിലൊക്കെ ഉണർന്ന് പ്രവർത്തിച്ച പ്രസ്ഥാനമാണ് RSS. അടിയുറച്ച ദേശഭക്തിയാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തെ വേറിട്ട് നിർത്തുന്നത്. 100ന്റെ നിറവിലും സ്വയം സേവകരിലൂടെ സംഘം പ്രചരിപ്പിക്കുന്നതും ഈ ദേശീയതയാണ്. രാഷ്ട്രത്തിന്റെ പരംവൈഭവം ലക്ഷ്യമിട്ട് സ്ഥാപിതമായ RSS സംഭവബഹുലമായ 100 വർഷത്തിൽ ദേശീയ വിഷയങ്ങളിൽ സംഘം സുപ്രധാനമായ ഇടപെടലുകൾ നടത്തി. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ സ്വയം സേവകർ സുപ്രധാന പങ്കുവഹിച്ചു. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായ പോരാട്ടത്തിൽ സംഘത്തിന്റെ സ്ഥാപകൻ ഡോക്ടർ കേശവ് ബൽറാം ഹെഡ്ഗേവാർ തന്നെ പലതവണ തടവിലായി. ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേരെ മഹാരാഷ്ട്രയിലെ ചിമൂറിൽ ബ്രിട്ടീഷുകാർ നടത്തിയ വെടിവെപ്പിൽ കൊല്ലപ്പെട്ട ദാദാ നായിക്കും രാംദാസ് രാംപുരയുമൊക്കെ സ്വയം സേവകരായിരുന്നു. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ഉൾപ്പെടെയുള്ള പ്രവർത്തകർ ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ജയിലിൽ അടയ്ക്കപ്പെട്ടു. ഭാരത ചരിത്രത്തിൽ ദുരന്തപൂർണമായ അധ്യായമായ രാഷ്ട്രവിഭജനം നടക്കുമ്പോൾ അമൃത്സറിലെ സംഘശിക്ഷാ വർഗിലായിരുന്നു ഗുരുജി ഗോൾവാൾക്കർ. വർഗ് നിർത്തിവെച്ച ഗുരുജി സ്വയം സേവകരോട് ഹിന്ദുക്കൾ കൂട്ടക്കൊലയ്ക്ക് ഇരയാകുന്ന ഇന്നത്തെ പാകിസ്ഥാനിലേക്ക് പോകാൻ നിർദ്ദേശിച്ചു. ഓരോ ഹിന്ദുവിനെയും അതിർത്തി കടത്തിയ ശേഷമേ സ്വയം സേവകർ തിരിച്ചെത്താൻ പാടുള്ളൂ എന്നായിരുന്നു ഗുരുജിയുടെ നിർദ്ദേശം. ഇസ്ലാമിസ്റ്റുകളിൽ നിന്നും ഹിന്ദുക്കളെ സംരക്ഷിക്കുവാനുള്ള പ്രവർത്തനത്തിനിടയിൽ നിരവധി സ്വയം സേവകർക്ക് ജീവൻ നഷ്ടമായി. കശ്മീരിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിൽ നിർണായക ഇടപെടൽ നടത്തിയത് ഗുരുജി ഗോൾവാൾക്കറാണ്. ഇന്ത്യയിലും പാകിസ്ഥാനിലും ലയിക്കാതെ സ്വതന്ത്രമായി നിന്ന കശ്മീർ രാജാവ് ഹരിസിംഗനുമായി സംസാരിക്കാൻ സർദാർ വല്ലഭഭായ് പട്ടേൽ ചുമതലപ്പെടുത്തിയത് ഗുരുജിയെയായിരുന്നു. 1947 ഒക്ടോബർ 17 ശ്രീനഗറിൽ വിമാനമാർഗമെത്തിയ ഗുരുജി 18 പുലർച്ചെ ഹരിസിംഗനുമായി കൂടിക്കാഴ്ച നടത്തി. തുടർന്നാണ് ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാൻ ഓഗസ്റ്റ് 27 ഹരിസിംഗൻ തീരുമാനിക്കുന്നത്. ഇന്ത്യ ചീനി ഭായ് ഭായ് എന്ന് നെഹ്റു പറയുമ്പോഴും 1950കൾ മുതൽ ചൈന അതിർത്തിയിൽ കടന്നുകയറ്റം ആരംഭിച്ചിരുന്നു. 1962 ആകുമ്പോഴേക്കും യുദ്ധം തുടങ്ങി. സൈനികർക്ക് സഹായവുമായി സ്വയം സേവകർ പോരാട്ട ഭൂമിയിലെത്തി. കടുത്ത RSS വിരുദ്ധനായിട്ടുകൂടി നെഹ്റു 1963 റിപ്പബ്ലിക് ഡേ പരേഡിലേക്ക് RSSനെ ക്ഷണിച്ചു. ഗണവേഷധാരികളായ 4000-ഓളം സ്വയം സേവകർ ഭാരതത്തിന്റെ സൈന്യത്തിനൊപ്പം രാജ്പഥിന്റെ വീഥികളിലൂടെ മാർച്ച് ചെയ്തു. ജനാധിപത്യ ഇന്ത്യയുടെ ഇരുണ്ട അധ്യായമാണ് അടിയന്തരാവസ്ഥ. വായടയ്ക്കൂ, പണിയെടുക്കൂ എന്ന് ആക്രോശിച്ച് ജനങ്ങളുടെ സർവ്വസ്വാതന്ത്ര്യവും നിഷേധിച്ച കാലത്ത് സംഘത്തെയും നിരോധിച്ചു. സർസംഘചാലക് ദേവറസ്ജിയെ അറസ്റ്റ് ചെയ്തു. നിരോധനം നേരിട്ട സംഘടനകളെല്ലാം പ്രവർത്തനം അവസാനിപ്പിച്ചപ്പോൾ സംഘപ്രസ്ഥാനങ്ങൾ അടിയന്തരാവസ്ഥയ്ക്കെതിരെ സജീവമായി രംഗത്തിറങ്ങി. ഏകാധിപത്യത്തിനെതിരായ സംഘത്തിന്റെ ഈ പോരാട്ടങ്ങളിൽ ആകൃഷ്ടരായി കണ്ണൂരിലടക്കം നിരവധി CPIM പ്രവർത്തകർ സംഘത്തിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. ശ്രീരാമജന്മഭൂമിയിൽ ക്ഷേത്രം പുനർനിർമ്മിക്കാനായി നടന്ന രാമജന്മഭൂമി പ്രക്ഷോഭം, ഗോസംരക്ഷണ പ്രവർത്തനം എന്നിങ്ങനെ നിരവധി സുപ്രധാന ഇടപെടലുകൾ സംഘം ദേശീയതലത്തിൽ നടത്തി. സംഘശതാബ്ദിയിൽ എത്തി നിൽക്കുമ്പോൾ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന കരുത്തുറ്റ പ്രസ്ഥാനമായി രാഷ്ട്രീയ സ്വയം സേവക സംഘം മാറിയിരിക്കുന്നു.